ജോർജ് എന്ന പേരുള്ള ഈ മിഡിൽ ഏജ്ഡ് മാൻ ഒരു ആട്ടിടയനാണ്. 2 മക്കളുണ്ടെങ്കിലും അയാൾ മിക്കുള്ള സമയത്തും തന്റെ ആടുകളുടെ കൂടെ ഫാമിലായിരിക്കും. അതിനെ ഫാം എന്ന് പറയാൻ പറ്റില്ല. 300 ഏക്കർ വരുന്ന ജോർജിന്റെ സ്വന്തം പ്രോപ്പർട്ടിയിലാണ് അയാൾ ഇവരെ പരിപാലിക്കുന്നത്. എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ആളാണ് ജോർജ്. 24 മണിക്കൂറും ആടുകളുടെ കൂടെ ആയതുകൊണ്ട് അവന്റെ ഡയറിയിൽ മുഴുവനും തന്റെ ആടുകളെ കുറിച്ചായിരിക്കും. അതുപോലെ ആ ആടുകൾക്കും തങ്ങളുടെ യജമാനോട് നല്ല സ്നേഹവും ആദരവും ഒക്കെ ഉണ്ട്. ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന ജോർജ് ആ കണ്ടന്റുള്ള ബുക്ക് വായിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടിരിക്കും. എന്നാൽ ഒരു ദിവസം രാവിലെ ജോർജിനെ മരിച്ച നിലയിൽ ആടുകൾ കണ്ടെത്തുന്നു. അങ്ങനെ വിഷമം സഹിക്കാനാവാതെ ലിസി എന്ന് പറയുന്ന ജോർജിന്റെ ഫേവറേറ്റ് ആട് അവന്റെ കയ്യിൽ അവസാന ചുംബനം കൊടുത്തു. കേസ് അന്വേഷിക്കാൻ വന്ന ആ പോലീസുകാരൻ അവന് അറ്റാക്ക് വന്നതാണെന്നും പറഞ്ഞ് വിധി എഴുതാൻ പോയ സമയത്ത് തലേ ദിവസം ജോർജിന്റെ കാരവാനിൽ വേറെ ആരോ വന്നിരുന്നുവെന്ന് ആ ആടുകൾ മനസ്സിലാക്കി. ഇതാ പൊട്ടനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന ആടുകൾ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ കേസുകൾ മാത്രം അന്വേഷിക്കുന്ന മാത്യൂസ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ വന്ന് ആ കാര്യം കണ്ടുപിടിച്ച് അയാളോട് പറയുന്നത്. താനാ കേസ് ഏറ്റെടുക്കാമെന്ന് ആ പോലീസുകാരൻ പറഞ്ഞുവെങ്കിലും തങ്ങളുടെ യജമാനെ കൊന്നയാളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് യജമാനെ അത്രയും സ്നേഹിച്ചിരുന്ന ജോർജിന്റെ പ്രിയപ്പെട്ട ആടുകൾ ശബ്ദമെടുക്കുന്നു. അങ്ങനെ ജോർജ് മരിച്ച വിവരം ആ പോലീസുകാരൻ പള്ളിയിലെ മണിയടിച്ച് എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബെൻസുകാരിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി അവിടേക്ക് വന്നിറങ്ങി. അവളുടെ സൗന്ദര്യത്തിൽ എല്ലാവരും മതിമറന്നു നിന്നപ്പോൾ അതിനിടയ്ക്ക് വന്ന ഇവരാണ് മരിച്ചുപോയ ജോർജിന്റെ പേഴ്സണൽ ലോയർ. ജോർജ് മരിക്കുന്നതിന് മുമ്പ് ആ ആടുകൾ വസിക്കുന്ന 300 ഏക്കർ സ്ഥലം അവന്റെ പ്രിയപ്പെട്ട മകളായ റെബേക്കയ്ക്ക് എഴുതി വെച്ചിരുന്നു. ആ റെബേക്കാണ് കാറിൽ വന്നിറങ്ങിയ സുന്ദരി. ഇനി സ്വത്തുകൾ തട്ടിയെടുക്കാൻ വേണ്ടി ഇവളാണോ നമ്മുടെ യജമാനെ കൊന്നതെന്ന് ആ വക്കീൽ പറയുന്നതെല്ലാം ഒളിച്ചു കേട്ടുകൊണ്ടെന്ന ആടുകൾക്ക് തോന്നിയിരുന്നു. ജോർജ് പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരുന്നത് സ്റ്റീഫൻ എന്ന പേരുള്ള ഈ ആടിനായിരുന്നു. കാർണിവൽ സമയത്ത് എതിർഭാഗത്തുണ്ടായിരുന്ന പട്ടികളൊക്കെ കടിച്ചു കയറി കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഇവനെ നമ്മുടെ ജോർജാണ് അവർക്ക് വേണ്ട പൈസ കൊടുത്ത് സ്റ്റീഫനെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അതിന്റെ കൂറ് ഇപ്പോഴും ഇവനുണ്ട്. പിറ്റേ ദിവസമായപ്പോൾ ജോർജ് മരിച്ചവിടെ നിന്ന് ഒരു 100 മീറ്റർ മാറി ആ ആടുകൾ പെണ്ണുങ്ങൾ ധരിക്കുന്നത് പോലത്തെ ഒരു വള കണ്ടെത്തി. സംസാരശേഷിയില്ലാത്ത നമ്മൾ അങ്ങനെ ഈ വിവരം ആ പോലീസുകാരനെ അറിയിക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് അയാളുടെ തൊപ്പി കണ്ണിൽപ്പെട്ടത്. അത് എടുത്തോണ്ട് ഓടി അറിയിക്കേണ്ട കാര്യം അയാളെ അറിയിച്ചു. തൊപ്പി എടുത്ത് മാറ്റി ആ വള കണ്ടപ്പോഴാണ് തലേ ദിവസം രാത്രിയാണ് റെബേക്ക നാട്ടിലെത്തിയത് എന്ന വിവരം തീവ്രമായ അന്വേഷണത്തിൽ അയാൾക്ക് മനസ്സിലായി. തീർച്ചയായും അന്ന് രാത്രി അവൾ ജോർജിനെ കണ്ടിരിക്കണം. അങ്ങനെ റൂം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ തെളിവുകളെല്ലാം അവൾക്ക് എതിരായിരുന്നു. എന്നാൽ താൻ കൊലയാളി അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളൊന്നും അവളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ലോക്കപ്പിലായി. അപ്പോഴാണ് ജോർജ് പണ്ട് പറഞ്ഞ ഒരു കാര്യം ആ ആടുകൾ ഓർത്തത്. ജോർജിന് ഒരു മകള് മാത്രമല്ല വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകൻ കൂടിയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ജോർജ് മകന് സ്വത്തിന്റെ 1% പോലും എഴുതി വയ്ക്കാത്തതെന്ന് പോലീസുകാരൻ ആലോചിച്ചു. ജോർജിന്റെ മകനാണ് കൊലയാളിയെ കണ്ടുപിടിക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ച ആ കള്ള ന്യൂസ് റിപ്പോർട്ടർ മാത്യൂസ്. ജോർജ് മരിച്ച ദിവസം അന്ന് രാത്രി മാത്യൂസ് അവന്റെ കാരവാനിലേക്ക് പ്രവേശിച്ച് കുടിക്കാൻ വെച്ചിരുന്ന മദ്യത്തിൽ പോയിസൺ കലർത്തി. ആടുകൾക്ക് മാത്രം വരുന്ന ഒരു തരം പകർച്ചവ്യാധി രോഗത്തിന് ജോർജ് തന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ആടുകളോടുള്ള സ്നേഹവും വച്ച് മരുന്ന് കണ്ടുപിടിച്ചു. അതിന് ഗവൺമെന്റ് $30 മില്യൺ പാരിതോഷികമായി പ്രഖ്യാപിച്ചു. ആ പണം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് മാത്യൂസ് ഈ കളി കളിച്ചത്. മരിച്ച സമയത്ത് ജോർജിന്റെ കയ്യിൽ ഒരു പച്ച കളർ കണ്ടിരുന്നു. ആടുകളുടെ രോഗത്തിന് കണ്ടുപിടിച്ച നീല കളർ മരുന്നും പിന്നെ ആൾമാറാട്ടം നടത്താൻ വേണ്ടി മാത്യൂസ് മുടിക്കടിച്ച മഞ്ഞ കളർ കൊണ്ട് മിക്സ് ആയാണ് ആ പച്ച കളർ ഉണ്ടായത്. ഈ കാര്യമാണ് ജയിലിന്റെ അകത്ത് കയറി ആ ആടുകൾ കാണിച്ചു കൊടുത്തത്.